നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. യമഹ ബൈക്ക് മോഷണ സംഘത്തിലെ 3 പേർ കൂടി പിടിയിൽ. മേത്തല ചിത്തിരവളവ് കോന്നത്ത് വീട്ടിൽ സുമേഷ്, കണ്ടംകുളം കനാൽ കോളനി കോന്നംപറമ്പിൽ അഭിനവ്, അഴിക്കോട് തയ്യൽ വിജിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 4 വർഷത്തിനിടെ 4000 കോടി രൂപയാണ് ചെലവഴിച്ചതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. SNM കോളേജിന്റെ വജ്ര ജൂബിലി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാർത്തകൾ വിശദമായി. യമഹ ബൈക്ക് മോഷണ സംഘത്തിലെ 3 പേർ കൂടി പിടിയിൽ. കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലുമായി നടന്ന വാഹന മോഷണ കേസുകളിൽ ഉൾപ്പെട്ട മേത്തല ചിത്തിരവളവ് കോന്നത്ത് വീട്ടിൽ യമഹ ടുട്ടു എന്ന സുമേഷ്, കണ്ടംകുളം കനാൽ കോളനി കോന്നംപറമ്പിൽ അച്ചൂട്ടി എന്ന അഭിനവ്, അഴിക്കോട് തയ്യൽ കുഞ്ഞൻ എന്ന വിജിൽ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജുവിന്റെ മേൽനോട്ടത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണും സംഘവും അറസ്റ്റ് ചെയ്തത്. നവംബർ മാസം കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും യമഹ കമ്പനിയുടെ ബൈക്കുകൾ മാത്രം മോഷണം പോയിരുന്നു. കുന്നംകുളം നവകൈരളി ക്ലബിന് സമീപം താമസിക്കുന്ന ഇൻഷാദ്, കടുക്കച്ചുവട്ടിൽ താമസിക്കുന്ന സിവിൻ, പടന്ന സ്വദേശി മുനീർ എന്നിവരുടെ യമഹ മോട്ടോർ സൈക്കിളുകൾ വീടുകളിൽ നിന്നും മോഷണം പോയിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. സമാന സ്വഭാവമുള്ള കേസുകളിൽപ്പെട്ട 2 പേരെ പറവൂർ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മോഷണത്തിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ഇവർ ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നു. SIമാരായ K സാലിം, KG സജിൽ, ഗ്രേഡ് ASI PG ഗോപകുമാർ, ഗ്രേഡ് ACP PO ഗിരീഷ്, CPOമാരായ ഷമീർ, വിഷ്ണു, അഖിൽ രാജ്, അഖിൽ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രതികൾ മാള, ഞാറയ്ക്കൽ, ആലുവ വെസ്റ്റ്, നോർത്ത് പറവൂർ എന്നീ സ്റ്റേഷനുകളിൽ വിവിധ കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്ന് പോലീസ് പറഞ്ഞു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 4 വർഷത്തിനിടെ 4000 കോടി രൂപയാണ് ചെലവഴിച്ചതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. SNM കോളേജിന്റെ വജ്ര ജൂബിലി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന കരുത്തുറ്റ ആഹ്വാനവുമായി 20ാം നൂറ്റാണ്ടിൻ്റെ പ്രഭവ ഘട്ടത്തിൽ പ്രകാശം പരത്തുന്ന മഹാസാന്നിധ്യമായി കേരള ചരിത്രത്തിൽ അഗ്രഗണ്യനായി ഇടം പിടിച്ചിട്ടുള്ള മഹാഗുരുവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഈ കലാലയത്തിൻ്റെ മഹിതമായ പ്രവർത്തന വർഷങ്ങളിലെ 6 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ 60ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അഭിമാനവും ആദ്യമായി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ കലാലയത്തിന് ശിലയിട്ടത് മഹാനായ സഹോദരൻ അയ്യപ്പനാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞ ഗുരുദേവന്റെ വചനം ഒരുപടി മുന്നോട്ട് കൊണ്ടുപോയി ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് ധീരതയോടെ പ്രഖ്യാപിച്ച സാന്നിധ്യമായിരുന്നു മഹാനായ സഹോദരൻ അയ്യപ്പൻ എന്ന് അടിവരയിട്ട് ഉറക്കെ പറയേണ്ട ഒരു ചരിത്ര സന്ദർഭം കൂടിയാണ് ഇത് എന്ന് അദ്ദേഹത്തിൻ്റെ അവിസ്മരണീയമായിട്ടുള്ള ആ ഉജ്ജ്വല സാന്നിധ്യത്തിൻ്റെ സ്മരണകൾക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് ആമുഖം എന്ന നിലയിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. HMDP സഭാ പ്രസിഡന്റ് KV അനന്തൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KS ബാലസുബ്രഹ്മണ്യം, കോളേജ് മാനേജർ D മധു, പ്രിൻസിപ്പൽ ഡോക്ടർ TH ജിത, സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ AS സുമേഷ്, പരീക്ഷാ കൺട്രോളർ ഡോക്ടർ CM ശ്രീജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ, പഞ്ചായത്ത് അംഗം PM ആന്റണി, MS വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സാമൂഹിക നിരീക്ഷകൻ NM Pearson ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റും കോളേജ് മാനേജറുമായ D മധു, ഡോക്ടർ TH ജിത, KS ബാലസുബ്രഹ്മണ്യം, ജെയ്സൺ കൊടിയൻ, TM ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ വനിതാ അഭിഭാഷക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വനിതാ അഭിഭാഷക ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജി PM മനോജ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണപുരത്ത് നടന്ന ക്യാമ്പിൽ വനിതാ സബ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡിനി ഗിരീഷ് അധ്യക്ഷയായി.
പുതിയ നടപടി നിയമങ്ങളെക്കുറിച്ച് മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എബ്രാഹിം മാത്യു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിലെ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ ഡോക്ടർ തുഷാര ജെയിംസ് എന്നിവർ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, ലോയേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി KG സന്തോഷ് കുമാർ, CJ ബിമൽ, അഷ്റഫ് സാബാൻ, KP ജയകുമാർ, ഐഷ ജമാൽ, KN സിനിമോൾ, ജസീം ബാബുരാജ് എന്നിവർ സംസാരിച്ചു. അന്നമനട കീഴടൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ അഷ്ടബന്ധനാസ്യം ബ്രഹ്മ കലശാഭിഷേകം നടന്നു. തുടർന്ന് ശ്രീഭൂതബലി, ആചാര്യദക്ഷിണ, അന്നദാനം എന്നിവ നടന്നു. കാശങ്കോട്ടം നാരായണ നമ്പൂതിരിപ്പാട്, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട്, സുനേശൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക, വയനാടിനോടുള്ള ക്രൂരമായ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPI മാള ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. CPI മാള ലോക്കൽ സെക്രട്ടറി MK ബാബു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ആഹ്വാനപ്രകാരം ഇന്ന് കേരളത്തിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും ഇതുപോലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മാള ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ ഈ പന്തം കൊളുത്തി പ്രകടനം പ്രതിഷേധാത്മകമായി നടക്കുന്നത്. ഇതിൻ്റെ അധ്യക്ഷനായിട്ട് സഖാവ് ബൈജു മണന്തറ ലോക്കൽ കമ്മിറ്റി മെമ്പറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബൈജു മണന്തറ അധ്യക്ഷത വഹിച്ചു. ഉഷ ബാലൻ, VS ഗോപാലകൃഷ്ണൻ, രാജീവ്, BN മണി, KK പരമൻ, ഷിൻഡോ PS, സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അന്നമനട ഏരിയ മാമറ യൂണിറ്റ് സമ്മേളനം നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം അനിത റോയ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് അവിടെ നമുക്ക് 3 മാസത്തെ കോഴ്സ്, 6 മാസത്തെ കോഴ്സ്, 1 വർഷത്തെ, 2 വർഷത്തെ ഇങ്ങനെ വിവിധ തരം കോഴ്സുകൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്നതിന് നമുക്ക് ഗവൺമെന്റ് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. ഇവിടുന്ന് പഠിച്ചു പോയവർക്കൊക്കെ നല്ല ജോലിയും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചവർ നമ്മളുടെ ഈ കോളേജിൽ ഇന്റേൺഷിപ്പിന് വരുന്നുണ്ട്. അവരൊക്കെ വരുമ്പോൾ പറയുന്നത് ഇത്രയും സൗകര്യം തരുന്ന മറ്റൊരു സ്ഥലം ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് ഇന്റേൺഷിപ്പിന് വരുന്ന പിള്ളേരുടെ അഭിപ്രായം. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നമ്മളുടെ ഈ ടൈലറിംഗ് കോളേജിനെ കുറിച്ച്. കൂടാതെ നമുക്കറിയാം നമ്മുടെ കേരള ബ്രാൻഡോടുകൂടി TLDയുടെ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട് നമ്മുടെ ടൈലറിംഗ് പാർക്കിൽ. കഴിഞ്ഞ വർഷം നമുക്കറിയാം കൊല്ലം കുണ്ടറയിൽ 63 സെന്റ് സ്ഥലത്ത് 20,000 സ്ക്വയർ ഫീറ്റോടുകൂടി ഒരു 2 നില കെട്ടിടം നമുക്ക് പണിതുണ്ടായിരുന്നു. അന്ന് അവിടെ ഉദ്ഘാടന സമയത്ത് 100-ൽ പരം പവർ മെഷീനുകളും അതുമാതിരി തന്നെ വെൽ എക്യുപ്ഡ് എംബ്രോയിഡറി മെഷീനും അവിടെ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഒരേ സമയം ഒട്ടനവധി ഡ്രസ്സുകൾ എംബ്രോയിഡറി ചെയ്തു പോകുന്ന ഒരു ദൃശ്യം ഈ കഴിഞ്ഞ നേതൃത്വ പഠന ക്യാമ്പിൽ നമ്മുടെ വാട്സപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന ഗ്രൂപ്പിലൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഒരേ സമയം തന്നെ നല്ല ഭംഗിയുണ്ട് ഡ്രസ്സുകളൊക്കെ, എന്താ പറയാ, എംബ്രോയിഡറി ചെയ്ത് ഇങ്ങനെ മെഷീനിൽ വരുന്നത്. നമ്മളൊക്കെ എംബ്രോയിഡറി ചെയ്യണ ഇങ്ങനെ ഒരു മെഷീനിലാണ് എംബ്രോയിഡറി ചെയ്ത് വരുന്നത് അല്ലേ. പക്ഷെ ഇത് ഒരേ സമയം തന്നെ കുറെ തുണികളൊക്കെ എംബ്രോയിഡറി ചെയ്ത് വരുന്നുണ്ട്. അത്രയും വെൽ എക്യുപ്ഡ് ആയ മെഷീനാണ് അവിടെ. നൂതനമായ മാർഗങ്ങളിലൂടെയാണ് അവിടെ നമുക്ക് ഇപ്പോൾ നമ്മളുടെ ഡ്രസ്സുകളൊക്കെ അവിടെ തയ്ച്ചു വരുന്നത്. ലൈജ വർഗീസ്, മഹിള രവി, അമ്മിണി കുമാരൻ, PT സേവ്യർ, ശ്രീദേവി വിജു എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. യമഹ ബൈക്ക് മോഷണ സംഘത്തിലെ 3 പേർ കൂടി പിടിയിൽ. മേത്തല ചിത്തിരവളവ് കോന്നത്ത് വീട്ടിൽ സുമേഷ്, കണ്ടംകുളം കനാൽ കോളനി കോന്നംപറമ്പിൽ അഭിനവ്, അഴിക്കോട് തയ്യൽ വിജിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 4 വർഷത്തിനിടെ 4000 കോടി രൂപയാണ് ചെലവഴിച്ചതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു. SNM കോളേജിന്റെ വജ്ര ജൂബിലി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.